മത്തായി 22:9. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും വളരെയധികം കേട്ടിട്ടുള്ള ഒരു ഉപമയാണിത്. തൻ്റെ മകൻ്റെ കല്യാണ സദ്യയ്ക്ക് അനേകരെ ക്ഷണിച്ച ഒരു രാജാവിൻ്റെ ഉപമ. ഇത് രാജാധിരാജാവായ സ്വർഗീയ പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തുവിനു വേണ്ടി ഒരുക്കുന്ന കല്യാണ സദ്യയെ സൂചിപ്പിക്കുന്നു. അത് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. അനേകരെ വിളിച്ചുവെങ്കിലും അവരാരും വന്നില്ല. എല്ലാവരും ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞു. ഇന്നും സ്വർഗീയ പിതാവ് തൻ്റെ പുത്രൻ്റെ മണവാട്ടിയായ സഭയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. പലരും ക്ഷണം കിട്ടിയിട്ടും ഒഴിവുകഴിവുകൾ പറയുകയാണ്. ക്ഷണം കിട്ടുന്നവർ വരാതിരിക്കുമ്പോൾ അയോഗ്യരായ പലരെയും യോഗ്യരാക്കി മാറ്റി ദൈവം വരാനിരിക്കുന്ന സദ്യയിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുന്നു. കാലം കഴിയും മുമ്പേ ഈ ക്ഷണം സ്വീകരിച്ച് നമുക്ക് മണവാട്ടി സഭയുടെ ഭാഗമാകാം. മത്തായി 25-ാം അധ്യായത്തിൽ താലന്തുകളുടെ ഉപമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഓരോരുത്തരെ ഓരോന്ന് അവരവരുടെ കഴിവിനനുസരിച്ചുള്ളത് ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് സ്വർഗത്തിലായിരിക്കുന്നത്. മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. നമുക്ക് നൽകിയ താലന്തുകൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ നാം ഉത്തരം മുട്ടി നിൽക്കുവാൻ ഇടയാകരുത്. 5 താലന്തുള്ളവൻ 5 കൂടി നേടി, 2 കിട്ടിയവനും 2 കൂടി നേടി, 1 കിട്ടിയവൻ അത് വ്യാപാരം ചെയ്തില്ല. അവൻ ശിക്ഷിക്കപ്പെടുവാനിടയായി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയപ്പെട്ടു. കരച്ചിലും പല്ലുകടിയും ഉള്ള സ്ഥലത്തേക്ക്. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അല്പമാണ്, അധികമല്ല. അധികം നമ്മെ ഏൽപ്പിക്കണമെങ്കിൽ നാം അല്പത്തിൽ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നാം എന്തുമാത്രം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു? ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി നാം എത്രമാത്രം പ്രയോജനപ്പെടുന്നുണ്ട്? മർക്കോസ് 12-ൽ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ ഏൽപ്പിച്ചു പോയ യജമാനനെക്കുറിച്ച് നാം വായിക്കുന്നു. അവിശ്വസ്തരായ കുടിയാന്മാരെ നിഗ്രഹിച്ച് കളയുമെന്ന് നാം ഇവിടെ വായിക്കുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസി എന്നുള്ള വിളി കേൾക്കത്തക്കവണ്ണം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അല്പത്തിൽ വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.